പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മളെ ദേവയാനി നയനയെക്കുറിച്ച് ഓർമ്മിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നയന ഒരു ദിവസം ഹോസ്പിറ്റലിൽ ദേവയാനി ICU കിടന്നപ്പോൾ നോക്കാൻ പോയപ്പോൾ ദേവയാനി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അവസ്ഥ വരുത്തിയത് നീയാണ്, നിന്നെ എനിക്ക് കാണണ്ട, നിന്നെ കണ്ട എനിക്ക് അസുഖം കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് ആദർശ ഇവിടെ നിന്ന് പോകാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ഒരുപാട് വേദനിപ്പിച്ചില്ലേ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചിട്ട് ദേവയാനി കരയാണ്. അപ്പം ജയൻ വരികയാണ്. എന്താ ദേവയാനി നീ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒരു കാര്യം താൻ മനസ്സിൽ ഉറപ്പിച്ചാൽ അത് നടപ്പിലാക്കാതെ തനിക്ക് സമാധാനമാവത്തില്ല അല്ലേ? അത് തൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ഉള്ള നിൻ്റെ സ്വഭാവമാണ്. ഒരു കാര്യം വിചാരിച്ചാൽ അത് നടപ്പിലാക്കാതെ നിനക്ക് സമാധാനം വരത്തില്ല എന്ന്. അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നീ ഇപ്പോൾ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, നിനക്ക് കരൾ തന്ന കുട്ടിയെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. നീ സമാധാനപ്പെടും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ദേവയാനി പറയാണ്, ഇനി ഒരിക്കലും ആ കുട്ടീനെ കാണണമെന്ന് ഞാൻ പറയത്തുമില്ല. കരൾ തന്ന കുട്ടീനെ കാണണമെന്ന് ഞാൻ ഇനി ആരെയും ശല്യപ്പെടുത്തില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നു. അതിനേക്കാളേറെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോൻ്റെ ജീവിതമാണ്. അവനിപ്പോൾ ശരിയായ ഉറക്കം പോലും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ജയൻ പറയുകയാണ്, അതിനുള്ള പരിഹാരം നമ്മളുടെ മരുമകൾ തന്നെയാണ്, അത് നമ്മളുടെ നൈരമോളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? നീ ഒന്നും വേണ്ട, നിൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് നൈനമോളെ ഒന്നിങ്ങ് വാന്ന് മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ അവൾ നൈനമോളുടെ അമ്മയോ അച്ഛനോ ആദർശ മോനോ ആരെങ്കിലും നൈനമോളെ ഇങ്ങ് കൊണ്ടുവന്നാക്കും. ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആ മോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വീട്ടിലെ താളമെന്ന് പറയുന്നത് ആ വീട്ടിലെ മരുമക്കൾ തന്നെയാണ്. നീയും ജാനകിയും അതുപോലെ കടന്നു വന്നതാണ്. പിന്നീടാണ് നമ്മുടെ മരുമകൾ വന്നത്. നിന്നേക്കാൾ മുകളിൽ അച്ഛനും അമ്മയും അവൾക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെയാണ് അവൾ ഇവിടെ ജീവിക്കുന്നത്. നീയും മനസ്സിലാക്കണം എന്നിങ്ങനെ ഓരോന്നും ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ദേവയാനി ചോദിക്കുകയാണ്, എനിക്ക് കരൾ തന്നത് ആരാന്ന് നയനയ്ക്ക് അറിയാമായിരുന്നോ? കേൾക്കുമ്പോൾ ജയൻ പെട്ടെന്ന് നെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജയൻ പറയുകയാണ്, അതിപ്പോൾ ആദർശ് നയനമോളടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന്. അപ്പോൾ ജയൻ ദേവയാനിയോട് ചോദിക്കുകയാണ്, ഇനി നീ നയനമോളടുത്ത് ചോദിക്കാൻ പോവുകയാണോ നിനക്ക് കരൾ തന്നത് ആര് എന്ന്? അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇല്ല, ഞാൻ ആരോടും ചോദിക്കാൻ പോകുന്നില്ല, എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് സങ്കടത്തോടെ ദേവയാനി പറയുകയാണ്. പിന്നീട് ജയനാണെങ്കിൽ, നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോനല്ലേ ഉള്ളൂ, പിന്നെ അവൻ്റെ സങ്കടം നമ്മൾ മനസ്സിലാക്കിയില്ലേ പിന്നെ ആരാ മനസ്സിലാക്കാൻ? നമ്മുടെ മോൻ്റെ കാര്യത്തിൽ നമ്മളാണ് പരിഹാരം കാണേണ്ടതെന്നൊക്കെ ജയൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ മുത്തശ്ശൻ അനിയുടെ അടുത്ത് അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരാനൊക്കെ പറയുകയാണ്. പക്ഷെ അനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. അനാമിക ചെയ്തത് തെറ്റ് തന്നെയാണ്. നൈനമോളുടെ വീട്ടിൽ ചെന്ന് അവളെ പിടിച്ച് തള്ളിയതൊന്നും ശരിയുള്ള കാര്യമില്ല, അതൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അനീനെ കുറേ ഉപദേശിക്കുകയാണ് മുത്തശ്ശൻ. എനിക്ക് അവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ ആരും വിവാഹം കഴിഞ്ഞിട്ട് ബന്ധം വേർപിരിഞ്ഞിട്ടില്ല, പിന്നെ നീയായിട്ട് അങ്ങനെ ഇടവരുത്തരുത് എന്ന്. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ വിളിച്ചുകൊണ്ട് വരാം, മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും വല്യമ്മയ്ക്കും വേണ്ടി ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അനിയാണെങ്കിൽ അനാമികയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എന്തിനാ അവൻ പോയി വിളിക്കുന്നത്? അവൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ ആ കുട്ടി എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാക്കി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്. സമയം മുത്തശ്ശന് അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കള്ളത്തരം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം മുത്തശ്ശനും പറയുകയാണ്, അവളിപ്പോൾ അനിയുടെ കൂടെ ജീവിക്കുന്ന ഒരു പേരിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കള്ളത്തരത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അതിനു വേണ്ടിയാണ് കൂട്ടു നിൽക്കുന്നതെന്ന്. അവർക്കൊക്കെ എന്തോ ഒരു കള്ളത്തരങ്ങളുണ്ട്. അന്ന് അനിക്ക് അവർ കാർ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നല്ലോ, അതിപ്പോൾ ഞാനാണ് പറഞ്ഞിരുന്നത് അവരുടെ വീട്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. ആ കാറിപ്പോൾ അവിടെ കാണുന്നില്ല എന്നാണ് അനി പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ ഊതിപ്പെരിപ്പിക്കാൻ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ കൊച്ചുമക്കൾ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത് അത് കണ്ടാൽ മതി. പിന്നീട് അനിയാണെങ്കിൽ അനാമികയെ വിളിക്കാൻ വേണ്ടി അനാമികയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടി രേവതിയാണെങ്കിൽ വന്ന് പുറത്ത് നോക്കിയിട്ട് പറയാം, ആ അനിയായിരുന്നോ എന്ന്. എന്നിട്ട് വേണുവിനെ വിളിക്കുകയാണ്. ഇതാരാ വന്നെന്ന് നോക്കി നമ്മുടെ മരുമകൻ അനിയെ കാണുമ്പോൾ വേണു കളിയാക്കിയ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേണു ചോദിക്കുകയാണ്, എന്താ വന്നതെന്ന് അനിയോട്. അനി പറയുകയാണ്, ഞാൻ അനാമികയെ വിളിക്കാനാണ് വന്നതെന്ന്. അപ്പോൾ വേണു പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾക്കറിയാമല്ലോ എന്ന്. ഇഷ്ടത്തോടെയല്ല ഞാൻ അവളെ വിളിക്കാൻ വന്നത്, അങ്ങനെ ഇഷ്ടത്തോടെ വിളിച്ചുകൊണ്ട് പോകാൻ അവൾ അവിടെ മലമറിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ചെയ്തതെന്ന് അനി പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം, മോളെ വിടണോ എന്നുള്ള കാര്യത്തിൽ. ഞങ്ങളെ കൂടെ ഇത്രയും കാലം ഞങ്ങളെ മോള് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും കരണത്ത് അടിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. രേവതി പറയുകയാണ്, കരണത്ത് പോയിട്ട് ഞങ്ങൾ കയ്യിൽ പോലും ഇതുവരെയ്ക്കും നുള്ളി നോവിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അനി പറയുകയാണ്, അതിൻ്റെ കുഴപ്പം തന്നെയാണ് ഇപ്പോൾ കാണുന്നതെന്ന്. അപ്പോൾ വേണു പറയുകയാണ്, ഇനി നമുക്ക് അവളോട് തന്നെ ചോദിക്കാം അനിയുടെ കൂടെ വരുന്നോ ഇല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വരികയാണ്.
അപ്പോൾ അനിയെ കാണുമ്പോൾ അനാമികയ്ക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. എന്നിട്ട് അനാമിക പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വലിയമ്മയൊക്കെ നിർബന്ധിച്ചുകൊണ്ടായിരിക്കും അനി എന്നെ വിളിക്കാൻ വന്നതെന്ന്. വേണു പറയുകയാണ് ഇനി മോള് തന്നെ തീരുമാനിച്ചോ, ഇനി അനിയുടെ കൂടെ പോണോ പോണ്ടേ എന്നൊക്കെ എന്ന് പറഞ്ഞ് വേണു അനാമികയോട് കണ്ണ് കാണിക്കുന്നുണ്ട്. വേണു കണ്ണു കാണിക്കുന്നത് അനാമികയ്ക്ക് മനസ്സിലാവുന്നു പോകാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് മറ്റാരെ വിഷമിപ്പിച്ചാലും എനിക്ക് വല്യമ്മയെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് വല്യമ്മയെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ രേവതിയും പറയുകയാണ് മോൾ ഒരിക്കലും വല്യമ്മയെ വിഷമിപ്പിക്കരുതേ മോളെ എന്ന്. മോളെയാണെങ്കിൽ ദേവയാനി ചേച്ചി സ്വന്തം മരുമകളെ പോലെയാണ് കാണുന്നത്. സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്താണ് എൻ്റെ മോളെ മരുമകളായിട്ട് കാണുന്നത്. അതുകൊണ്ട് മോൾ ഒരിക്കലും ദേവയാനി ചേച്ചിയെ വിഷമിപ്പിക്കരുത് ഇങ്ങനെ പറയുമ്പോൾ അനി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നേ. അനാമികയും ദേഷ്യത്തിൽ അനിയെ ഓരോന്നും പറയുന്നു. അപ്പോൾ രേവതി പറയാണ് മോളിനിയൊന്നും പറയാൻ നിൽക്കണ്ട, ദേവയാനി ചേച്ചി മോളെ കാണണം എന്നല്ലേ പറഞ്ഞത്, മോള് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് എന്ന്. എന്നിട്ട് അനാമികയെ വിളിച്ചുകൊണ്ട് രേവതി പോവുകയാണ്. അപ്പോൾ വേണു പറയാണ് എൻ്റെ മോളെ നീ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും അവളുടെ ദേഹത്ത് പൊന്നുരുക്കി വീത്തരുത് എന്ന്. അനി പറയുകയാണ് അതൊക്കെ അവളുടെ സ്വഭാവം പോലെ ഇരിക്കും. അതിനുശേഷം ഗോവിന്ദനും നന്ദും പ്രതിമയുടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അവർ പറയുകയാണ് വിഷുവിന് നല്ല ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കനക പറയുകയാണ് അന്ന് മരുമകൻ പറഞ്ഞതല്ലേ ഇനി ഒരു ജോലിയൊന്നും ചെയ്യണ്ട എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് അതെങ്ങനെ ചെയ്യാതിരിക്കും, എനിക്ക് ഒരു മകളുടെ കല്യാണം കൂടി കഴിപ്പിച്ച് വിടേണ്ടതുണ്ട്. അത് പറയുകയാണ് അതിനെക്കുറിച്ച് ഓർത്തൊന്നും അച്ഛനും അമ്മയും സങ്കടപ്പെടേണ്ട, എനിക്ക് എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. നോക്കുമ്പോൾ അത് ദേവയാനിയാണ്. അപ്പോൾ ദേവയാനി വരുന്നത് കനക കാണുകയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ് എന്താ ഒറ്റയ്ക്ക് വന്നതെന്ന്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നതിന് ശേഷം ദേവയാനി കനകയോട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മകൾക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയണം അവൾക്ക് അതിനൊരു കുഴപ്പവുമില്ലല്ലോ എന്ന്. അപ്പോൾ ദേവയാനി പറയണ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് എന്തോ ആവശ്യത പോലെ തോന്നി. അപ്പോൾ കനക പെട്ടെന്ന് പറയുകയാണ് അന്ന് അവൾക്ക് അത് പനിയായിരുന്നു, പിന്നെ അവൾക്ക് ലോ പ്രഷറും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവളെ പിടിച്ചുകൊണ്ട് നടന്നതെന്ന്. അന്ന് എല്ലാവരും മലയ്ക്ക് പോയോണ്ട് അമ്പലത്തിൽ പോകണമെന്ന് മോള് വാശി പിടിച്ചു, അതുകൊണ്ടാണ് അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ അന്ന് വന്നതെന്ന് കനക പറയും. ഇപ്പോൾ ദേവയാനി പറയുകയാണ് എല്ലാവരും മലയ്ക്ക് പോയത് കൊണ്ടാണ് ഞാനും അമ്പലത്തിൽ വന്നതെന്ന്. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനും അമ്പലത്തിൽ വന്നതെന്ന് ദേവയാനി പറയുന്നത്. എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൾ എവിടെയെന്ന്. അപ്പോൾ നന്ദു പറയണ ചേച്ചി കുളിക്കുകയാണെന്ന്. അപ്പോൾ ദേവയാനി ഒരുമാതിരി കളിയാക്കും പോലെ ചോദിക്കണം ആ നീരാട്ടൊക്കെ കഴിഞ്ഞോ. പഴയ പോലുള്ള രീതിയിലൊക്കെയാണ് ദേവയാനി സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലും അവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്ദു പറയാണ് ചേച്ചിയുടെ കുളി കഴിഞ്ഞു കാണും, ഞാനിപ്പോൾ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ദേവയാനി പറയണ വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് അവളെ കണ്ടോളാം, അവൾക്ക് ഇങ്ങോട്ട് വരാൻ മടിയാണെങ്കിലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി നയനെ കണ്ടോളാം എന്ന് പറഞ്ഞ് ദേവയാനി പോവുകയാണ്. അപ്പോൾ കനക പറയാണ് എൻ്റെ നയനമോൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്ന്. എന്നിട്ടും ദേവയാനി അകത്തേക്ക് പോവുകയാണ്. ദേവയാനി കാണുമ്പോൾ കനയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ ദേവയാനി വന്ന് ബന്ധം പിരിയാൻ വല്ലതും പറയാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഗോവിന്ദനും പറയണം ആ മട്ടും ഭാവവും രീതിയെല്ലാം കണ്ടിട്ട് അതിനാവും എന്ന് എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ കനയ്ക്കും ടെൻഷനാകുന്നു. ഇത് കഴിഞ്ഞിട്ട് ദേവയാനി നേരെ നയനിയുടെ റൂമിലേക്കാണ് പോകുന്നത്. ത്തോട് ദേവയാനി നയനയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ ഒരിക്കലും അറിയരുത് എനിക്ക് ഇവളോടുള്ള സ്നേഹം എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ നയനെ ദേവയാനിയെ കണ്ടതും ബെഡിൽ നിന്ന് ചാടി അടിക്കുകയാണ് ആ അമ്മയെന്ന് പറഞ്ഞ്. വിളിക്കുന്ന സമയത്ത് ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എൻ്റെ മകനാണെങ്കിൽ 1.5 വയസ്സിൽ അസുഖം വന്ന് തുടങ്ങിയതാണ്, അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തിക്കാത്തതെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതെന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ നയന പറയണം അതൊക്കെ എനിക്ക് അറിയാമെന്നുള്ള കാര്യമല്ലേ എന്ന്. അപ്പോൾ ദേവയാനി പറയണം അതൊന്നും പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ വന്നത് എന്ന്. എന്നിട്ട് ആദർശിന് ഇപ്പോൾ ഉറക്കമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെക്കുറിച്ച് ഓർമ്മിച്ച് ഒരുപാട് സങ്കടപ്പെട്ടത് അവനാണ്, അങ്ങനെയുള്ള എൻ്റെ മോൻ്റെ സങ്കടം ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. മക്കളുടെ കല്യാണം കഴിഞ്ഞ് വന്നാലും മക്കളെ പോലെ സ്നേഹിച്ചാൽ എന്താന്ന് ഓരോരുത്തരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരമ്മയ്ക്കും പറ്റത്തില്ല, മക്കളെക്കാളേറെ മരുമക്കളെ സ്നേഹിക്കാൻ. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് മക്കൾ അമ്മമാരെ തിരിഞ്ഞു നോക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അമ്മമാർക്ക് മക്കളെ സ്നേഹിച്ചാലേ പറ്റുള്ളൂ എന്നിങ്ങനെ ദേവയാനി പറയുന്നു. എൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ സങ്കടം നീയാണ്, അതുകൊണ്ട് നീ ഈ നിമിഷം തന്നെ എന്നോടൊപ്പം വരണമെന്ന് ദേവയാനി നയനയോട് പറയുന്നു. നയനയോട് ദേവയാനി ചോദിക്കുകയാണ് എന്താ എൻ്റെ കൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടോ എന്ന്. അപ്പോൾ നയന പറയാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന്. ഇത് നയന പറയുന്നുണ്ടായിരുന്നു ഞാൻ അനന്തപുരം തറവാട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണല്ലോ ജീവിച്ചു പോന്നിരുന്നതെന്ന്. കല്യാണത്തിന് മുമ്പും ശേഷവും ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചതെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് നിന്റെ മഹത്വമൊന്നും നീ ഇപ്പോൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന്. അതൊന്നും കേൾക്കാനല്ല ഞാൻ വന്നതെന്ന് ദേവയാനി നയനോട് പറയുകയാണ്. നയനയുടെ അടുത്ത് മുൻപ് എങ്ങനെയാണോ ദേവയാനി സംസാരിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്.
ദേവയാനി നയനയോട് പറയുകയാണ്, ഇനി നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിൻ്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്, വേണമെങ്കിൽ നിൻ്റെ കാല് പിടിക്കാം എന്ന്. നയന ഇങ്ങനെ ദേവയാനിയുടെ കൂടെ വരാൻ വേണ്ടി ദേവയാനി താഴ്ന്നു കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പോൾ നിൻ്റെ ആഗ്രഹവും അതായിരുന്നല്ലോ, ഞാൻ വന്ന് തല താഴ്ന്ന് നിന്നെ വിളിക്കണമെന്ന്, ഇപ്പോൾ നിൻ്റെ കാലും കൂടി ഞാൻ പിടിക്കാമെന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ നയനയ്ക്ക് വലിയ സങ്കടമാണ് തോന്നുന്നത്. നയനയാണെങ്കിൽ ദേവയാനിയെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.